ആരെ കാണുമ്പോ അള്ളാനെ ഓർമ്മ വരുന്നുണ്ടോ? ഏത് ഔലിയാക്കളുടെ സാമീപ്യം ശ്രദ്ധിക്കുമ്പോൾ രാജാതിരാജനായ സർവശക്തനായ പടച്ച തമ്പുരാനെ നമുക്ക് ഓർമ്മ വരുമോ? അവരാണ് ഔലിയാക്കളെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഔലിയാക്കളോട് അള്ളാനെ ഓർക്കാൻ കഴിയും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഔലിയാക്കളുടെ പേരിൽ എന്തൊക്കെയാ നടക്കുന്നത്? ഔലിയാക്കളുടെ പേരിൽ എന്തൊക്കെയാ നടക്കുന്നത്? ചന്ദനക്കുട മഹോത്സവം എന്ന പേരിൽ പേർക്കൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ ഈ സമുദായം? ഏത് ഔലിയാക്കളോട് പടച്ചവനെ ഓർക്കാൻ പറഞ്ഞോ? ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് പൂരപ്പറമ്പിലെ ഉത്സവങ്ങളെ പോലും തോൽപ്പിക്കുന്ന രീതിയിൽ മംഗലാംകുന്ന കർണനെയും മംഗലാംകുന്ന കേശവനെയും അതേപോലെ തന്നെ ഒരുപാട് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തുകൊണ്ട് ഓരോ ദിവസവും വാടകയ്ക്കെടുക്കുന്ന കൊമ്പന്മാരെ നിലനിർത്തിക്കൊണ്ട് പൂരപ്പറമ്പിനെ തോൽപ്പിക്കുന്ന രീതിയിൽ ഔലിയാന്റെ പേരിൽ ചന്ദനക്കുട മഹോത്സവം നടത്തപ്പെടുമ്പോൾ കഴിയുന്നുണ്ടോ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർക്ക് അതിനെ എതിർക്കാൻ? ഏത് ദീൻ പഠിപ്പിച്ചതാ ഇത്? ഏത് ഔലിയാക്കളാ അല്ലെങ്കിൽ ഈ ചന്ദനക്കുടമൊക്കെ നടത്തിയത്? നമ്മളൊന്ന് ചിന്തിച്ച്, ഇതൊന്നും ദീനുമായി അംഗീകരിച്ചു പോകാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഇതൊന്നും ദീനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. അള്ളാഹു എതിർത്ത കാര്യങ്ങൾ, പടച്ചവൻ വെറുത്ത കാര്യങ്ങൾ അല്ലേ? ഇന്നിപ്പോ തൃശ്ശൂരിന്റെയും മലപ്പുറത്തിന്റെയും ഭാഗങ്ങളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയും ചില ചന്ദനക്കുട മഹോത്സവങ്ങൾ. ഈ റസൂലുള്ളാഹിന്റെ കാലത്തിന് സ്വഹാബാക്കൾ നേർച്ച കൊടുക്കുമായിരുന്നു. എന്തിനാ? ഒട്ടകങ്ങളെയും ആടുകളെയും കുതിരകളെയും ഒക്കെ നേർച്ച കൊടുക്കുമായിരുന്നു. ഇന്നിപ്പോ നമ്മൾ എന്ത് ചെയ്തു? 21ാം നൂറ്റാണ്ടിലെ മുസൽമാൻ സ്വഹാബാക്കളെ കടത്തിവിട്ടുക. ഞങ്ങൾക്ക് ആടും ഒട്ടകമൊന്നും കൊടുക്കാൻ പറ്റൂല. ഇന്നിപ്പോ നേർച്ച എന്താ? മംഗലാംകുന്ന കർണൻ ആനയെ നേർച്ച കൊടുക്കുക. ചന്ദനക്കുടം എന്നതിന്റെ പേരിൽ, മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഇല്ലാത്ത ആഘോഷങ്ങളും ഉത്സവങ്ങളും നടത്തപ്പെടുക. എന്നിട്ട് ആനകളെ നേർച്ച കൊടുക്കുക. ജീവിതത്തിൽ സമാധാനം ഉണ്ടാകാൻ അബൂബക്കർ ഹാജി നേർച്ച മംഗലാംകുന്ന കർണൻ അല്ലേ? എവിടെ എത്തി സമുദായത്തിന്റെ അവസ്ഥ? എവിടെ എത്തി സമുദായത്തിന്റെ അവസ്ഥ? ഏത് ഔലിയാക്കൾ കാരണമായി അള്ളാഹുവിനെ ഓർക്കണമെന്ന് അള്ളാന്റെ ഹബീബ് പറഞ്ഞു. ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞുകൊണ്ട് കൊല്ലം ഷാഫിയുടെയും താജുദ്ദീൻ വടകരയുടെയും മ്യൂസിക്കോട് കൂടിയ ഗാനമേളകൾ ഈ സമുദായത്തിൽ നടത്തപ്പെടുമ്പോൾ ഇതാണോ ഔലിയാക്കളോടുള്ള സ്നേഹം? ഇതാണോ ഔലിയാക്കളോടുള്ള ബഹുമാനം? അല്ലേ? എന്തുപറ്റി? സകല പൂരപ്പറമ്പുകളിലും മുസ്ലിം ചെറുപ്പക്കാരാ അല്ലേ? സകല ഗാനമേള സദസ്സിലും മുസ്ലിം ചെറുപ്പക്കാരാ. സകല ചന്ദനക്കുട മഹോത്സവത്തിന്റെ വിജയത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരും അവിടത്തേക്ക് വേണ്ടി ശിങ്കാരിമേളവും നെയ്യാണ്ടിമേളവും ബുക്ക് ചെയ്തു കൊടുക്കാനും ഗാനമേളയ്ക്ക് പോയി നിന്നുകൊണ്ട് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് വിജയിപ്പിക്കാനും ഈ സമുദായത്തിലെ മുസ്ലിം ചെറുപ്പക്കാരെ യാതൊരുവിധ മടിയുമില്ലാതെ അല്ലാഹുവിനെയും ഹബീബിനെയും വെല്ലുവിളിച്ചുകൊണ്ട് ഓടിയെടുക്കുമ്പോൾ അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചതുമ്പോ അനാചാരങ്ങളെ കണ്ടാൽ വെറുക്കാൻ നിനക്ക് പറ്റട്ടെ, അനാചാരങ്ങളെ കണ്ടാൽ എതിർക്കാൻ നിനക്ക് പറ്റട്ടെ. റസൂലുള്ള പഠിപ്പിക്കുന്നുണ്ട് രണ്ട് ചെറുപ്പക്കാരെ. വിഷയം യുവത്വം തന്നെയാ. അള്ളാഹുവും റസൂലും പഠിപ്പിച്ച യുവാക്കള് തന്നെയാകട്ടെ നമ്മുടെ ചർച്ച അല്ലേ? ഇന്നിപ്പോ എന്തായി? പിരിവിന് വേണ്ടി വരും. ചന്ദനക്കുട മഹോത്സവത്തിന് പിരിവ് ഔലിയാക്കളുടെ പേരിൽ ഒന്നു ചേരാൻ തെറ്റൊന്നുമില്ല. അവരുടെ ഖബറ് സിയാറത്ത് ചെയ്യേണ്ട രീതിയിൽ സിയാറത്ത് ചെയ്യാൻ തെറ്റില്ല. ഔലിയാക്കളെ മുന്നിൽ വെച്ചുകൊണ്ട് തവസ്സുൽ ചെയ്ത് ദുആ ചെയ്യാൻ തെറ്റില്ല. ഔലിയാക്കളുടെ അനുവദനീയമായ സ്തുതികീർത്തനങ്ങൾ പാടിപ്പുകഴ്ത്താൻ തെറ്റില്ല. പക്ഷേ ആ ഔലിയാക്കളുടെ പേര് പറഞ്ഞ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നടക്കുമ്പോൾ എതിർക്കപ്പെടണം അല്ലെ? ചന്ദനക്കുട മഹോത്സവത്തിന് ഒരു പിരിവിന് വരും. എന്തിനാ? ആനയെ പിടിക്കാനും ഗാനമേള നടത്താനും ശിങ്കാരിമേളം നടത്താനും പിരിവിന് വരും അല്ലെ? ആ വരുന്ന സമയത്ത് എന്താ? ഒരു 50 രൂപയെങ്കിലും കൊടുത്തില്ല എങ്കിൽ എന്തു പറ്റും? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിനെ പുറത്താക്കി കാണിക്കും. അതല്ലേ ഏറ്റവും ആദ്യം നടക്കുന്നത്? ഇതൊക്കെ അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിനോട് സഹകരിക്കാൻ പറ്റൂല എന്ന് പറഞ്ഞാൽ ആദ്യം ഇസ്ലാമി നമ്മൾ പുറത്തുള്ളിക്കളയും. ഇങ്ങനെ പോലും പേടിച്ച് ചെയ്യുന്നവരുണ്ട്. സംഭാവന കൊടുക്കാൻ മടിയില്ല, ബാനറുകൾ കടയിലെ പരസ്യം കൊടുക്കാൻ മടിയില്ല. എന്റെ സഹോദരങ്ങളെ സൂക്ഷിച്ചു കൊള്ളുക. ഒരു മുസ്ലിമിന്റെ ധാർമ്മിക ഐറ്റമാണ് ഔലിയാക്കളുടെ കറാമത്ത് വെളിപ്പെടുത്താൻ. എന്താണ്? വെട്ടും കുത്തും റാത്തീൻ. ഔലിയാക്കളുടെ കറാമത്ത് വെളിപ്പെടുത്താൻ ശരീരം ഇങ്ങനെ കീറി മുറിക്കുക. ഏതാ ഔലിയാക്കളാ അങ്ങനെ ചെയ്തത്?
മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് എപ്പോഴെങ്കിലും പടച്ചവന്റെ മുന്നിൽ തന്റെ സ്ഥാനം വെളിവാക്കാൻ വേണ്ടി ഒരു കത്തി എടുത്തിട്ട് തന്റെ ശരീരം കീറിയിട്ടുണ്ടോ? അടുത്ത് നിൽക്കുന്ന ആളുടെ ശരീരം കീറിയിട്ടുണ്ടോ? പോട്ടെ, അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് എപ്പോഴെങ്കിലും താൻ അല്ലാഹുവിന്റെ നബിയാണെന്ന് തെളിയിക്കാൻ അബൂജഹലിനെ അബൂലഹബിനെയൊക്കെ പിടിച്ചങ്ങോട്ട് നിരത്തി നിർത്തുക, എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹു അൻഹു വിളിക്കുക, അബൂബക്കറെ ഇവിടെ വാ, കത്തി കൊണ്ട് വയറ്റിൽ ഒരു കീറ്, എന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ ഉമിനീര് കൊണ്ടങ്ങ് തേച്ച് പിടിപ്പിക്കുക. ചെയ്തിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂല് ചെയ്തിട്ടുണ്ടോ? പലപ്പോഴും മുറിവ് പറ്റി വന്ന യുദ്ധത്തിൽ മുറിവ് പറ്റി വന്ന സഹാബാക്കൾക്ക് അള്ളാന്റെ ഹബീബ് ഉമിനീര് പുരട്ടിയിട്ടുണ്ട്. പക്ഷേ റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്ത് കാണിക്കാൻ വേണ്ടി ചെയ്തിട്ടുണ്ടോ? കൺകെട്ട് വിദ്യകൾ. എങ്കിൽ പിന്നെ എന്താകണം? കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും അംഗീകരിക്കപ്പെട്ട വലിയായിട്ട് ആരെ പറയണം? മജീഷ്യൻ മുതുകാടിനെ പറയണം അല്ലെ? അയാൾ എന്തൊക്കെയാ കാണിക്കുന്നത്? സ്റ്റേജിൽ അങ്ങോട്ട് കൊണ്ടു നിർത്തുക, 3 തുണ്ടമായിട്ട് അങ്ങോട്ട് വെട്ടി മുറിക്കുക, എന്നിട്ട് അങ്ങോട്ട് ഒന്നി ചേർക്കുക. അതിലും വലിയ കറാമത്തുണ്ടോ? നമ്മൾ ചിന്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് പറയും? അങ്ങനെ ഒരു പരിപാടി നടക്കുന്നെങ്കിൽ ഒന്ന് പോകാനോ?